ഇതൊരു രസകരമായിട്ടുള്ള ഇന്റർവ്യൂ ആവുമെന്ന് ഞാൻ ശരിക്കും പ്രതീക്ഷിക്കുന്നു. കാരണം ജീവിതം മനോരാജ്യങ്ങൾ തന്നെയാണ്. സുന്ദരനായ തെലുങ്ക് വില്ലൻ. Too much for her to handle. ഗോപിയെ അധികം ദേഷ്യപ്പെടുത്തേണ്ട, മർമ്മൊക്കെ അറിയുന്ന ആളാ. അല്ലെങ്കിൽ എനിക്ക് കവളൊന്നും ഇല്ല. പിന്നെ ഈ താടിനകത്ത് കവള് കാണൂല. ഇതിന്റെ അകത്ത് ഇത് എങ്ങനെ ഞാൻ ഉറപ്പിക്കും ഈശ്വര. പിന്നെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പോയി ചെയ്ത് അത് കയറി കൊളുത്തി. ഗോപിക്ക് അല്ലാതെ വേറെ ക്യാരക്ടർ ആവാൻ ഇഷ്ടമാണ്. വേണ്ടട്ടോ, ആയുർവേദാണ് വേണ്ട. യുദ്ധം കഴിഞ്ഞു, കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടി കുഴച്ചൂരണാങ്കണം. എനിക്ക് തോന്നുന്നില്ല ചേച്ചി ഇത്രയും സൈലന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ ഇരുന്നുണ്ട്. ഹായ് ഇതാരാ അത്? നമ്മുടെ നാട്ടിൽ ഭാഷ പറയാച്ച എത്ര കാലായി കണ്ടിട്ട് ഇതാരാ വന്നിരിക്കണേ, ഇതൊന്നും നോക്കൂ എന്നൊക്കെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ഇതൊന്ന് സങ്കല്പിക്കുക, പട്ടാമ്പിയിലെ വീട്ടിലാണ്. അത് ചേച്ചിയുടെ കൂടെ ഇരുന്നിട്ട് പട്ടാമ്പിയിലെ വീടാണെന്ന് സങ്കല്പിച്ച ഇതബദ്ധാവും. കോവിഡ് സമയത്ത് കുറച്ചു നേരം ഓൺലൈനിൽ ഒരു സോഫയിൽ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് താങ്കൾ ഇന്റർവ്യൂ എടുത്തു. പിന്നെ GP എന്ന് പറഞ്ഞതിനെ പറ്റി ഒരു ന്യൂസ് പിന്നെ ഞാൻ കാണുന്ന എൻ്റെ കണ്ടുകൊണ്ട് കല്യാണത്തിന്റെ വേദിയിൽ ചെക്കനായിട്ട് നിൽക്കുന്നു. ജീവിതം സുന്ദരം അറിയാം, എന്നാലും അവിടുന്ന് തുടങ്ങാം. ഇത് തുടക്കത്തിലേ പറയട്ടെ, ചേച്ചിയുടെ കൂടെ ഇന്റർവ്യൂ തരിക എന്നുള്ള എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ഞാൻ ആ കോവിഡ് സമയത്തുള്ള ഇന്റർവ്യൂലും പറഞ്ഞു, നമ്മൾ നേരിട്ടാണ് ഇരിക്കേണ്ടത്. കാരണം ഞാൻ കുട്ടിക്കാലം മുതലേ ഞാൻ ടെലിവിഷൻ കാണുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ TV കാണുന്ന ക്രിക്കറ്റ് കളി കാണാനും സിനിമ കാണാനും വല്ലപ്പോഴും ന്യൂസ് കാണാനും മാത്രം ഉള്ള ഒരാളാണ്. പക്ഷെ ഞാൻ FTQ കണ്ടിരുന്നു, അല്ലെങ്കിൽ വീട്ടിൽ വളരെ സ്ഥിരമായിട്ട് കണ്ടിരുന്നു. അപ്പോൾ പണ്ടൊക്കെ എൻ്റെ അടുത്ത് പലപ്പോഴും അവതാരകരിൽ ആരൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്ത് വെച്ചാൽ എനിക്ക് പറയാനൊന്നും ആൾക്കാരില്ല. പക്ഷേ ഞാൻ ഒബ്സർവ് ചെയ്ത വളരെ ചുരുക്കം കുറച്ച് അവതാരകരിൽ ഒരാളാണ്. അത് ചേച്ചിയുടെ ആ ഒരു നമ്മുടെ നാട്ടിലെ ശൈലിയും ആ സംസാരവും ഞാൻ സംസാരിക്കുന്ന പോലെ തന്നെയുള്ളൊരു വള്ളുവനാടൻ ചൊയ്യും. അതുകൊണ്ടാണ് കോവിഡ് സമയത്ത് ചേച്ചി ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ ഞാൻ ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ എന്നുള്ള രീതിയിൽ ചെയ്ത്. അത് കഴിഞ്ഞ് നമ്മളെ നിർത്തിയത് നമ്മൾ നേരിട്ടിരിക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടോ സാധിച്ചില്ല. ഞാൻ ഭയങ്കര തിരക്കിലായിട്ടൊന്നും അല്ല, പക്ഷെ നിമിത്തമുണ്ട്. സംസാരിക്കാൻ കാര്യമുണ്ട്. അതിന്റെ ഇടയിൽ തന്നെ നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്ത്, എത്ര തവണ നമ്മൾ പ്ലാൻ ചെയ്തു, ഓട്ടങ്ങൾ, പരിപാടികൾ, സംഭവങ്ങളാക്കി ഇന്നാണത് നടന്നത്. അപ്പൊ എന്തായാലും ഇതൊരു രസകരമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആവുമെന്ന് ഞാൻ ശരിക്കും പ്രതീക്ഷിക്കുന്നു. കാരണം കുറെ കാലം കാത്തിരുന്ന് ഈ മുതലിനെ എനിക്ക് കിട്ടിയെന്ന് തന്നെ പറയാം, അല്ലാതെ എന്നെ കിട്ടിയെന്നുള്ളതല്ല. തിരിച്ചുമാണ് പരസ്പരം നമ്മൾ അഡ്മയർ ചെയ്ത് സ്ഥിതിക്ക് ഇനി തുടങ്ങാം. അടയാളങ്ങൾ മുതൽ മനോരാജ്യം വരെ ജീവിതം, അതൊന്ന് കേൾക്കട്ടെ. ഇപ്പൊ മനോരാജ്യമാണ്. എനിക്ക് എന്നും ജീവിതം മനോരാജ്യങ്ങൾ തന്നെയാണ്. ബട്ട് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്ന മനോരാജ്യമാണ്. മനോരാജ്യത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബണിലെ ഒഫീഷ്യൽ സെലക്ഷൻ കിട്ടി എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഉള്ളൊഴുക്കം ഒക്കെ പോലെയുള്ള വലിയ വലിയ സിനിമകളുടെ ഇടയിൽ ഞങ്ങളുടെ ഈ ഒരു ചെറിയ റൊമാൻറ്റിക് ബ്ലാക്ക് കോമഡി നർമ്മം കൊണ്ട് പോകുന്ന ഈ സിനിമയ്ക്ക് എന്തോ ഉണ്ടെന്ന് അവർക്ക് തോന്നിയതിൽ ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആണ് കൂടുതൽ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വിനീത് ശ്രീനിവാസൻ അദ്ദേഹം ചെയ്ത ആ പാട്ട്, നിഖിൽ സാനാണത് പുതിയ മ്യൂസിക് ഡയറക്ടറാണ്, നമ്മുടെ സുഹൃത്ത് എഗെയിൻ കൂറ്റനാടുകാരനാണ്. ഞാൻ പിടിച്ചു വെച്ച് കൊടുത്തത് അതിലത്തെ ഒരു പാട്ട് മാത്രം ചെയ്യാൻ വേണ്ടി നിഖിലിനെ കൊടുത്തത്. ബാക്കിയെല്ലാം യുനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള വിഷ്വലൈസേഷൻ ആയിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് മനോരാജ്യം എന്ന സിനിമയിൽ അഭിനയിക്കാൻ നല്ലതാണ്. വേറൊരു എന്താ പറയാ, ഹണിമൂണിങ് ടൈമിലിരിക്കുന്ന സമയത്ത് അതൊക്കെ നല്ലതാണ്. പക്ഷെ അപ്പൊ അത് നന്നായി പോകുന്നു. അതിന്റെ വിശേഷങ്ങളാണ് ഇപ്പൊ. തെലുങ്കിൽ താങ്കൾ വില്ലൻ, അടി കൊടുക്കുകയും അടി വാങ്ങുകയും ചെയ്യുന്ന തെലുങ്ക് വില്ലൻ, സുന്ദരനായ തെലുങ്ക് വില്ലൻ. പിന്നെ ഇവിടെ വന്നാൽ ഇങ്ങനത്തെ ഉള്ള നല്ല ചെറിയ സിനിമകളുടെ ഭാഗമാകുക, അതല്ലെങ്കിൽ അപ്പൊ ഈ ബാലൻസിങ് അപ്രോച്ച് ഉണ്ടല്ലോ, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്ത് എടുക്കണം. ബിക്കോസ് യു ഹാവ് എൻ റൊമാൻറ്റിക് ഇമേജ്. ആ ഇമേജിൽ നിന്ന് വില്ലൻ, മലയാളിക്ക് വില്ലൻ അല്ല നിങ്ങൾ. അപ്പൊ അതെങ്ങനെ? ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെയും കുടുങ്ങാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എൻ്റെ അടുത്ത് പല ആൾക്കാരും പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താ സിനിമ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാത്തത്? എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ കൂടിയായിരിക്കും. ചെയ്യുന്നതെല്ലാം ഭയങ്കര ആത്മാർത്ഥമായി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നും ആഗ്രഹമുള്ളൊരു രീതി ആയതുകൊണ്ടായിരിക്കും. ഇപ്പം സിനിമയിൽ തന്നെ വാട്ട് ഈസ് GP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഉത്തരം പറയാനുണ്ടോ എന്നുള്ളത് എനിക്കും നാട്ടുകാർക്കുണ്ടോ എന്നുള്ളത് അറിയില്ല. കാരണം അദ്ദേഹം തെലുങ്കിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അവിടെ വില്ലനായി ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതാ പെട്ടെന്ന് ഒരു മനോരാജ്യം എന്ന് പറഞ്ഞിട്ട് നായകനായിട്ട് കുറച്ച് സമയത്തിന് ശേഷം വരുന്നു. ഷെഫീഖിന്റെ സന്തോഷം എന്ന് പറഞ്ഞ ഉണ്ണി മൂന്നിന്റെ പടത്തിൽ ഒരു സീനിൽ 10 സെക്കൻഡ് ഒന്ന് പോകുന്നു. ലൈക്ക് യു സീ മീ എവരിവെയർ. സൗഹൃദത്തിന്റെ പേരിലാണ് ചെയ്തത്. പക്ഷെ നീരജയിൽ ഒരു പാട്ടിൽ മാത്രം ഇടയ്ക്കൊന്ന് വന്ന് ചെയ്തു പോകുന്നു. ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു നായകൻ അല്ലെങ്കിൽ പ്രതിനായകൻ, കഥാപൻ, ക്യാരക്ടർ റോൾ അങ്ങനെയൊന്നുമില്ല. എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന എന്തും ഞാൻ ചെയ്യും. ഞാനൊരു ഷോർട്ട് ഫിലിം വരെ അതിന്റെ ഇടയിൽ പോയി ഐ ഡു എവറിത്തിങ് എന്ന് വെച്ചാൽ അത് ഞാൻ സിനിമ കണ്ടു. അതിന്റെ മേക്കിംഗ് അതായത്
ഇറ്റ്സ് മെൻ ഫോർ യു. ടൈലർ മെയ്ഡ് ആയിരുന്നു എനിക്ക് തോന്നിയ നല്ല വിഷ്വൽസും. ഫിലിം മേക്കർ മിറാഷ് ഇസ് ഡൺ എ ഗുഡ് ജോബ്. എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ അതാ സംവിധായകന്റെ മീൻസ് അവന്റെ ഭ്രാന്ത് കണ്ടിട്ടാണ് ഞാൻ അതിലേക്ക് കയറുന്നത്. ഇപ്പം കാർത്തിക് കല്യാണി എന്നുള്ളൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നത് തന്നെ ആ സമയത്ത് അലവൈകുണ്ഠപുരമിലൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പുള്ളി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ, ഞാൻ അവനോട് ചോദിച്ചു ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ പരിപാടി ചെയ്യുന്നത്. അല്ല ചേട്ടൻ മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു സാധനം ചേട്ടൻ ചെയ്തിട്ടില്ലല്ലോ. വെരി ട്രൂ, വാട്ട് ഹി സെഡ് ഇസ് വെരി ട്രൂ. പക്ഷെ ആ സമയത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതിനെക്കുറിച്ച്. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് ഒരാൾ സിനിമ ചെയ്യാതെ എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ സിനിമ ചെയ്യുന്നത്. അതും ഇത്രയും വലിയൊരു കാസ്റ്റിനെ വെച്ചിട്ട്. അന്നായിരുന്നു ഇറക്കിയിരുന്നെങ്കിൽ ഇതിന് കുറച്ചും കൂടെ വലിയൊരു മൈലേജ് കിട്ടിയത്. കാരണം എന്താ വെച്ചാൽ അന്ന് ഒരാളും സിനിമാ നടന്മാർ പോലും വീട്ടിലിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ സാധനം ചെയ്യുന്നത്. അപ്പൊ വി ഡിഡ്ന്റ് ഹാവ് എനിത്തിങ് ടു ഡു. ഇപ്പൊ സത്യം പറഞ്ഞ ഈ ഷോർട്ട് ഫിലിം എന്തിനാ ജീപ്പ് ചെയ്തെന്ന് കുറെ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ആൻഡ് ഐ ഡോണ്ട് ഹാവ് ആൻ ആൻസർ ഫോർ ഇറ്റ്. ഒരു നടനാവുമ്പോൾ ഇത് ഷോർട്ട് ആണോ ലോങ് ആണോ, ഇറ്റ്സ് എ ഗുഡ് ക്രിയേറ്റീവ് പ്രോഡക്റ്റ്. ഡെഫിനറ്റ്ലി ആ ഒരു ഇപ്പൊ ബേസിക്കലായിട്ട് ഇപ്പൊ കാർത്തി അതിൻ്റെ ഉള്ള കഥ കേട്ടപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത് കാർത്തി ഈസ് എക്സൈറ്റിംഗ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. സ്റ്റോറി നരേഷൻ ടു ജോൺ ആൻഡ് ജോണി ചേട്ടനെ കാണുമ്പോൾ ചിരി വന്നിട്ട് ഭയങ്കര രസം. നിങ്ങളുടെയും പിന്നെ സപ്പോർട്ടിങ് എ വുമൺ, അതൊരു ഭയങ്കര സ്റ്റോറിയാണ്. കാരണം താങ്കൾ ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്തിട്ട് ഇതൊരു ഫീമെയിൽ സെൻട്രിക് സ്റ്റോറി എന്നുള്ളത് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാവും. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വൺ സ്റ്റോറി, ലിറ്റിൽ ലോങ് ലവ് സ്റ്റോറി എന്നുള്ളത് ഞാൻ തന്നെ കൊടുത്ത ടാഗ് ലൈൻ ആയിരുന്നു പുള്ളി. ഞാൻ പറഞ്ഞു എടോ ഇത് ഒരു ലവ് സ്റ്റോറി എന്നല്ല, ഇതിൽ 3 ലവ് സ്റ്റോറി ഉണ്ട് ആൻഡ് ഇറ്റ്സ് ഗോയിങ് ഓൺ ആൻഡ് ഓൺ. സോ ഐ സെഡ് ലിറ്റിൽ ലോങ് ലവ് സ്റ്റോറി ആൻഡ് ഐ എം ഡൂയിങ് വൺ ഓഫ് ദ മെനി ക്യാരക്ടർ. ഈവൻ അക്ഷയ് മിർണയ്ക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഇറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ മൈലേജ് വന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്പോൾ അവരിതിൻ്റെ ഒരു ചെറിയ ഭാഗമായിരുന്നു. പക്ഷെ ഓൺലൈനിൽ ഇറങ്ങിയപ്പോൾ അവർക്കാണ് റേവിംഗ് റിവ്യൂസ്. ടൈറ്റിൽ റോൾ ചെയ്ത് ഞങ്ങളെക്കാൾ കൂടുതൽ ഞാൻ അക്ഷയിനെ വിളിച്ച് പറഞ്ഞു, മോനെ നിനക്കിത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇറ്റ്സ് എ വെരി സ്മോൾ സ്പേസ്, പക്ഷെ അവൻ അങ്ങോട്ട് വന്ന് സ്കോർ ചെയ്ത് പോയിട്ടുണ്ട്. അവന്റെ ആ സ്ക്രീൻ പ്രസൻസും എല്ലാം അടിപൊളിയായിട്ട് ആ ഏരിയാസ് ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. സോ ഐ ഡു ദാറ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ തെലുങ്ക് എന്ന് പറയുന്നത് അലവൈകുണ്ഠപുരമലു എന്നുള്ളൊരു സിനിമ കിട്ടിയതിന് ശേഷം ഇവിടെ കിട്ടാത്തത് എന്തോ അത് അവിടെ കിട്ടുന്നുണ്ട്. വിച്ച് മീൻസ് ലൈക്ക് ഇവിടെ കിട്ടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് എക്സൈറ്റിംഗ് സ്ക്രിപ്റ്റ്സ് കിട്ടുന്നുണ്ട്. ലൈക്ക് അതിനുശേഷം നാഗാർജുന സാറിന്റെ കൂടെ ഒരു പടം ബംഗാരാജു, നാഗചൈതന്യ സാർ എല്ലാവരും കൂടെ ഉള്ളത്. പിന്നെ നാനി സാർ പ്രൊഡ്യൂസ് ചെയ്തൊരു പടത്തില് മീറ്റ് ക്യൂട്ട് എന്നുള്ള സിനിമയില് വൺ ഓഫ് ദ ലീഡ് റോൾസ് ചെയ്തു. പല പല സാധനങ്ങൾ അവിടെ. ഈ തെലുങ്ക് സിനിമയിൽ ഇതൊക്കെ താങ്കൾ പറയുമ്പോൾ ഞാൻ തെലുങ്ക് സിനിമ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ കാണുന്നുണ്ട്, ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. കേരളത്തിലേക്ക് ഈ ന്യൂസുകൾ എത്തുന്നില്ല എന്നുണ്ടോ? അലവൈകുണ്ഠപുരമലു എത്താറുണ്ട്, എല്ലാവരും എത്തുന്നുണ്ട്. ബംഗാരാജ് ടു സം എക്സ്റ്റെന്റ്. കാരണം ഇവിടെ നാഗാർജുന സാറൊക്കെ വന്നു പോയപ്പോഴും അവസാനം ചെയ്ത കുറച്ച് സിനിമകൾ ഇവിടെ എത്തിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അത് ഭയങ്കര റീജിയണൽ തെലുഗു സാധനമായിരുന്നു. അവിടെ അത്യാവശ്യം നല്ല റിസപ്ഷൻ ആയിരുന്നു. പക്ഷെ കേരളത്തിൽ ആഘോഷിക്കാൻ മാത്രമുള്ള ഒരു സ്പേസിങ് അതിനകത്ത് ഇല്ല. ഇപ്പം നാനി സാറിന്റെ പടമാണെങ്കിലും അവിടെ ഗ്രേറ്റ് റിവ്യൂസും ഭയങ്കര റിവ്യൂവും പരിപാടികളൊക്കെയാണ്. പക്ഷേ അത് ഒരു കേരള മാർക്കറ്റിൽ കൊണ്ടുവന്ന് മാർക്കറ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു അല്ലു അർജുൻ സ്കെയിൽ അല്ലെങ്കിൽ അല്ലു അർജുൻ അങ്ങനത്തെ ഒരു സ്പേസ് അല്ല. അത് കുറച്ചും കൂടെ മെറിറ്റോറിയസ് സിനിമയാണ്. പെർഫോമൻസുകൾക്ക് അതിൽ ഫുൾ തെലുങ്കിൽ അങ്ങനെ ഒരു സിനിമ ഉണ്ടോ എന്ന് വരെ പല ആൾക്കാരും എന്നെ അടുത്ത് ചോദിക്കാറുണ്ട്. കാരണം തെലുങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം മാസ് മസാല. അവിടെ ഞാൻ ചെയ്ത മീറ്റ് ക്യൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര പെർഫോമൻസ് ഓറിയന്റഡ് ആണ്. എന്നെ അവിടെ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ബംഗാരാജുവിലെ വില്ലന് ആയ ആളാണ് മീറ്റ് ക്യൂട്ടില് ഈ അമേരിക്കൻ റിട്ടേൺ ആയിട്ടുള്ള ഇത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് റോൾ ചെയ്തെന്ന് പറയില്ല എന്ന് പറഞ്ഞിട്ടുള്ള റിവ്യൂസ് ആണ് മീറ്റ് ക്യൂട്ട് വന്നപ്പോ എനിക്ക്. അതൊരു നല്ല സന്തോഷമുള്ള കാര്യം. വേറൊരു നാട്ടിൽ പോയി ഭാഷ അറിയാതെ എന്നാൽ ഭാഷ പഠിച്ച്. ചേച്ചി എനിക്ക് ആ സമയത്ത് ഉണ്ടായ ഏറ്റവും വലിയ ചാലഞ്ച് എന്താ വെച്ചാൽ ബംഗാരാജു ചെയ്യുമ്പോൾ എന്റെ അടുത്ത് സംവിധായകൻ കല്യാൺ കൃഷ്ണ പറഞ്ഞത് അവിടെ അതൊരു ഭയങ്കര മാസ് മസാല പടമാണ്. അപ്പോൾ അത് ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള പടമാണ്. അപ്പൊ ഞാൻ ദേഷ്യപ്പെടുന്ന ഒരു സീനില് പുള്ളി പറഞ്ഞത് മുഖം വരയ്ക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ദൈവമേ, ജീവിതത്തിൽ ദേഷ്യപ്പെട്ടില്ല കുറെ. ഈ ദേഷ്യപ്പെട്ട മുഖം അല്ലെങ്കിൽ എനിക്ക് കവളൊന്നും ഇല്ല, പിന്നെ ഈ താടിനകത്ത് കവള് കാണൂല, ഇതിന്റെ അകത്ത് ഇത് എങ്ങനെ ഞാൻ വിറപ്പിക്കുക ഈശ്വര. ഇവിടെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ദേഷ്യം പിടിച്ചു വെച്ചിട്ടുള്ള സംഭവം. അപ്പൊ ആ സിനിമ ഡ്രാമയാണ്. അതൊരു നമ്മൾ ഫോക്ക് സോങ് പാടുമ്പോൾ ശബ്ദം തുറന്ന് പാടുക, ലൈറ്റ് മ്യൂസിക് പാടുമ്പോൾ അടക്കി പാടുക എന്ന് പറയുന്ന പോലെ ആ സിനിമയുടെ മീറ്റർ ആവശ്യം അങ്ങനെയാണ്. കാരണം കാരണം എന്താ വെച്ചാൽ ആ സിനിമയുടെ ഒരു ബേസിക് ത്രെഡ് എന്ന് പറയുന്നത് മരിച്ച ഒരാള് മകനെ രക്ഷിക്കാൻ വേണ്ടി നാട്ടിലേക്ക് ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നതാണ്. അവിടെ തന്നെ റിയലിസം ഞങ്ങൾ ബ്രേക്ക് ചെയ്തു. അതുകൊണ്ട് പെർഫോമൻസിനും റിയലിസം ബ്രേക്ക് ചെയ്യണം. ഐ ലൈക്ക് ദാറ്റ് ലോജിക്. അപ്പൊ ഒരാൾ എൻ്റെ അടുത്ത് പറയുന്നത് ഈ മുഖം വിറയ്ക്കുന്ന പോലെ കണ്ണിൽ അഗ്നി വരുന്ന പോലെ ദേഷ്യപ്പെടാൻ പറയുമ്പോൾ അപ്പുറത്തുള്ള ഡയറക്ടർ, ഈ പറയുന്ന മീറ്റ് ക്യൂട്ടുള്ള ഡയറക്ടറിന്റെ അടുത്ത് പറയുന്നത് തലയാട്ടാതെ യെസ് പറയാൻ പറ്റും. അടിപൊളി. ആൻഡ് ഐ വാസ് ഏബിൾ ടു ഡു ബോത്ത്. അവിടെ അങ്ങനത്തെ ഒരു സ്കോപ്പ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്ക്. ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു സിനിമയിൽ? അല്ല, ഇവിടെയും അങ്ങനത്തെ സ്കോപ്പ് ഉണ്ട്. പക്ഷെ എനിക്ക് സ്കോപ്പ് ഇല്ല. കാരണം എന്നെ തേടി അങ്ങനത്തെ സ്ക്രിപ്റ്റുകളൊന്നും ബിക്കോസ് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ഇവിടെ ഫെയിലിയർ വലിയൊരു സഫറിങ് ആയിരുന്നു. എനിക്ക് സക്സസ് ആയിരുന്നു ഇവിടുത്തെ സഫറിങ്. കാരണം ബിഫോർ ഡാൻസിൽ ഞാൻ അവതാരകനായി കയറി കൊളുത്തിയോട് കൂടിയിട്ട് GP എന്ന നടൻ
എന്നുള്ളത് ആൾക്കാർ മീൻസ് അവരത് മറന്നുപോയി. അല്ലെങ്കിൽ എനിക്ക് വരുന്നതെല്ലാം ഇപ്പോൾ ഈ കൊല്ലം പോലും എനിക്ക് ഐഫ, സൈമ, ഫിലിം ഫെയർ ഒക്കെ ഹോസ്റ്റ് ചെയ്യാൻ ഇപ്പോഴും വരുന്നുണ്ട്. ഐ എം റെസ്പെക്ട്ഫുള്ളി ഡിക്ലൈനിങ്. ഇപ്പം പല സാധനങ്ങളും തിരുവോണം സമയത്തും കാര്യങ്ങളൊക്കെയാണ് ഹോസ്റ്റിംഗ്. ഇപ്പം സൈമ ഈസ് ഹാപ്പനിങ് ഓൺ 14th and 15th ഓഫ് എന്റെ കല്യാണം കഴിഞ്ഞുള്ള ഫസ്റ്റ് ഓണമാണ്. ഐ ഹാവ് സം സെന്റിമെന്റ്സ് ടുവേർഡ്സ് ഇറ്റ്. ബട്ട് അതർവൈസ് ഓൾസോ I have done that. I am done with it. എന്റെ എക്സൈറ്റ്മെന്റ്, കാരണം എനിക്ക് ആ സ്റ്റേജ് ഹാൻഡിൽ ചെയ്യാന്നുള്ളത് എനിക്ക് ഉറക്കത്തിന് എഴുന്നേറ്റ് ആ സ്റ്റേജ് ഹാൻഡിൽ ചെയ്യാം. ആൻഡ് എവരി വൺ സേസ് ദാറ്റ് ദീപു ചേട്ടൻ ആ സ്റ്റേജ് ഹാൻഡിൽ ചെയ്യാന്നുള്ളത് ആർക്കറിയാതെ. അതർ ഏരിയാസ് ആർ ദെയർ ടു പ്രൂവ് ഫോർ മീ. എനിക്ക് എപ്പോഴും ചാലഞ്ചസ് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എന്റെ ഡ്രൈവിംഗ് ഫോഴ്സ്, അതാണ് എന്റെ എക്സൈറ്റ്മെന്റ്. ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് ഇന്റർവ്യൂവിൽ വാചകം അടിക്കാൻ എനിക്ക് തോന്നുന്നില്ല ചേച്ചി ഇത്രയും സൈലന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ ഇരുന്നു. ചേച്ചിയെ പറയാൻ സമ്മതിക്കുന്നില്ല. ഞാൻ കട്ട് ചെയ്ത് കയറി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൽ നാച്ചുറലായി സംഭവിക്കുന്നതാണ്. അപ്പൊ അതെനിക്ക് ദ അതർ തിങ്, ഇപ്പൊ കാർത്തിക് കല്യാണി കണ്ടിട്ട് യു പെർഫോംഡ് വെൽ എന്നുള്ള ചേച്ചി പറഞ്ഞു. സി ദിസ് ഇസ് എൻ ഏരിയ ആൾക്കാർ എന്നെ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പൊ മനോരാജ്യം കണ്ടു കഴിഞ്ഞാൽ ഐ എം ഷുവർ പെർഫോമൻസ് വൈസ് ആളുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തിരക്കേടില്ലാത്തൊരു ജോബ് ഐ ഹവ് ഡൺ ഇൻ ദാറ്റ്. കീ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു തമിഴ് സിനിമ ചെയ്തിരുന്നു, ജീവട. ഇതാണ് പ്രശ്നം. ഞാൻ അല വൈകുണ്ഠപുരമിലേക്ക് എത്തുന്നത് ഇതിലൂടെയാണ്. പക്ഷേ ജീവ മൈക്കിൾ രാജപ്പന്റെ പ്രൊഡ്യൂസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടോടികൾ നിരന്തരൊക്കെ ചെയ്ത ഗ്ലോബൽ ഇൻഫർടൈൻമെന്റ് സിനിമയാണ്. ഐ തോട്ട് ദാറ്റ് ആ സിനിമ എന്റെ ജീവിതം മാറ്റിമറിക്കുന്നു. അതിലൊരു സൈക്കോ വില്ലനായിട്ടാ ഞാൻ. എന്ന് വെച്ചാൽ കട്ടത്താടിയൊക്കെ വെച്ചിട്ട് ഇന്റിമിഡേറ്റിംഗ് ആയിട്ടുള്ള, ജീവനേക്കാൾ പ്രോബബ്ലി ബിൽഡപ്പുകളൊക്കെ ഉള്ള, ഇൻട്രോ ബിൽഡപ്പുകളൊക്കെ ഉള്ള ഒരു സിനിമ ജീവ. പിന്നെ അത്രയും ഗംഭീര ആക്ടർ ആയതുകൊണ്ടും അയാൾക്ക് ഇൻസെക്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടും അദ്ദേഹം ഓഡിയോ ലോഞ്ചിലൊക്കെ പറഞ്ഞു ജീപ്പയുടെ പെർഫോമൻസ് ആദ്യമായിട്ടാണ് ഒരു ആക്ടർ എന്നെ ഇൻസെക്യൂർ ആക്കുന്നത് എന്നൊക്കെ. ഓഡിയോ ലോഞ്ചിൽ അദ്ദേഹത്തിനെ പോലെ സീനിയർ ആയിട്ടുള്ള ഇത്രയും പെർഫോമർ ആയിട്ടുള്ള ഒരാള് ഓഡിയോ ലോഞ്ചിൽ, അത് ഇറ്റ്സ് ദെയർ സ്റ്റിൽ ഇന്റർനെറ്റിൽ ഇപ്പോഴും ഉള്ളതാണ്. അദ്ദേഹം പറഞ്ഞു ജിപിയുടെ പെർഫോമൻസ് കൊണ്ട് ഞാൻ ഇൻസെക്യൂർ ആയി പോയി, എന്നിട്ട് ഞാൻ ചില ഏരിയാസ് റീഷൂട്ട് ചെയ്തു. അത് അദ്ദേഹത്തിന് വലിയ മനസ്സ് അത് പറയാൻ. ബിക്കോസ് എന്നെ പോലെ ഒരു തുടക്കക്കാരനെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന മൈലേജ് അത്രയാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു ജി പി നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട്ടിൽ നിങ്ങൾ ഭയങ്കര ബിസി ആയിരിക്കും, ബിക്കോസ് ദിസ് ഇസ് ഗോയിങ് ടു ചേഞ്ച് യുവർ ലൈഫ്. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ പടം ഇറങ്ങി ഒരാഴ്ചക്കുള്ള പടം പോയി. റിവ്യൂസിൽ പോലും പലതും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം എല്ലാ റിവ്യൂ അത്ര ഞങ്ങൾക്ക് പോസിറ്റീവ് അല്ല. പക്ഷെ ഒരു സെന്റൻസ്, ന്യൂ ബോയ് ഗോവിന്ദ് പത്മസൂര്യ ഹാസ് ഡൺ എ ടെറിഫിക് ജോബ്. പക്ഷെ ഇത് ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ പടത്തെ കുറിച്ച് മോശമാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി പോലും അറിഞ്ഞില്ല യു ആർ ഇൻ ചെന്നൈ. എക്സാക്ട്ലി. ആ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രേതം പ്രേതം എനിക്ക് ഇവിടെ ബ്രേക്ക് കിട്ടിയ സിനിമയാണ്. ആൻഡ് ഐ ഗോട്ട് എ ലോട്ട് ഓഫ് ഓഫേഴ്സ്. ഞാൻ ഷറഫ് അജു എന്ന് പറഞ്ഞിട്ട് പ്രേതം സ്പേസിൽ കുറെ എണ്ണം കിട്ടി. ഞാൻ അതൊന്നും എടുത്തില്ല, കാരണം എനിക്ക് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഈ ഒരു പടം കിട്ടിയപ്പോൾ അതിൽ കട്ട താടിയൊക്കെ വെച്ചിട്ടാ. അപ്പൊ കുറെ ചില ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിലൊക്കെ എന്നെ ഇത്രയും താടിയിൽ കാണാം. അതൊക്കെ ഇതിന്റെ കണ്ടിന്യൂറ്റി ആയിരുന്നു. അപ്പൊ എനിക്ക് ആ കണ്ടിന്യൂറ്റിയിൽ മലയാളത്തിൽ സിനിമ വരാത്തതുകൊണ്ട് അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ സിനിമയുടെ ജീവിതം മാറ്റി പറയാൻ പോകുന്ന സിനിമ ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷെ അങ്ങനെ ജീവിതത്തിൽ പെട്ടെന്ന് ഇങ്ങനെ വിചാരിച്ച കാര്യം നടക്കാണ്ടാവുമ്പോ അതിൽ നിന്നും പുറത്തേക്ക് ചാടാൻ ബേസിക്കലി എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം ഇറങ്ങി ഇതൊന്നും എന്തെങ്കിലും സംഭവിക്കുന്നത് ഞാൻ വിചാരിച്ചു. കാരണം എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ബിസിയാണ്, കുറെ പേര് വന്ന് ഡേറ്റ് വരെ എടുത്തു, പക്ഷെ പടം ഇതിനോട് കൂടിയിട്ട് ഒന്നും സംഭവിച്ചില്ല. ആൻഡ് ദാറ്റ് ഫെയിലിയർ വാസ് ലൈക്ക് I didn't know what to do. And everyone was like, you have done a good job. അപ്പോൾ ഇത് ഒരുമാതിരി നെല്ലിക്ക അവസ്ഥയാണ്, മധുരമുണ്ട് കയ്പുണ്ട്, ഇത് എന്ത് നല്ല I really didn't know what to do. പക്ഷെ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റഡ് ആവുന്ന ആളല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ I went into something else. ഞാൻ പിന്നെയും എൻ്റെ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നത്. ഐ എം ജസ്റ്റ് ഹാപ്പി ഗോ ലക്കി പേഴ്സൺ. ഐ എം നോട്ട് ലൈക്ക് ഇങ്ങനെ അയ്യോ ഞാൻ ഇവിടെ ഒന്നും ആയില്ല, ഞാൻ അവിടെ ഒന്നും ആയില്ല. ബിക്കോസ് എനിക്ക് എന്നിലുള്ള ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഹ്യൂജ് ആണ്. ദാറ്റ് ഈസ് മൈ ഡ്രൈവിംഗ് ഫോഴ്സ്. എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതല്ലെങ്കിൽ ഇത്, ഇതല്ലെങ്കിൽ അത്, അതല്ലെങ്കിൽ ഇത്. ലൈക്ക് ഐ ഹാവ് ഓൾവേസ് സംതിങ് ഇൻ മീ. ഒരു ട്രെഡ്മില്ലിലെ ഫീലിംഗ് ആണ്. ഐ കീപ് റണ്ണിങ്. ഐ ഡോണ്ട് സ്റ്റോപ്പ്. ഞാൻ സംസാരിക്കുന്ന പോലെ തന്നെ എന്റെ ജീവിതത്തിൽ എന്റെ എനർജി ഓൾസോ ലൈക്ക് ഐ കീപ് റണ്ണിങ്. ഈ സിനിമ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തെലുങ്കിലേക്ക് ഡബ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇട്ടിട്ട് ഇത് കയറി കൊളുത്തി. ത്രിവിക്രം ഗാരു ഈ സാധനം ഇതൊക്കെ എങ്ങനെയാണ് അദ്ദേഹം അല്ല ത്രിവിക്രം ഗാരു എനിക്ക് ഐ ഹാവ് ഒബ്സർവ്. മാത്രമല്ല ഞാൻ അദ്ദേഹത്തിന്റെ സിനിമകൾ തെലുങ്ക് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് മുമ്പേ കാണുന്നു. ഞാൻ ആദ്യമായിട്ട് കണ്ട സിനിമ ത്രിവിക്രം ഗാരുവിന്റെ അതടു ആണ്. എന്റെ ഫസ്റ്റ് തെലുങ്ക് സിനിമ. ഞാൻ ഈ തെലുങ്ക് സിനിമ വരുന്നൊരു തിയേറ്റർ ഉണ്ട് ചെന്നൈയില്. ഇത്രയും തെലുങ്കരുടെ കൂടി എന്നിട്ട് ഞാൻ എനിക്കൊരു അക്ഷരം മനസ്സിലാവില്ല കേട്ടോ. പക്ഷെ എനിക്കുള്ളൊരു സന്തോഷം എന്താ അറിയോ, പൈസ വസൂൽ എന്ന് പറയുന്ന അവരുടെ സിനിമ. പിന്നെ അപ്പൊ ഇദ്ദേഹം ഈ സിനിമയിൽ എന്റെ പെർഫോമൻസ് കണ്ടിട്ട് ഇങ്ങനെ ഈ ആക്ടറെ വേണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡയറക്റ്റ് കോളാ വരുന്നത്. സോ ദെൻ ഐ റിയലൈസ് ദാറ്റ് ജീവിതത്തിൽ പരാജയം എന്ന് പറയുന്നത് ഒരു അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. യു നെവർ നോ. കാരണം 8.25 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആരും അറിയാത്ത, ഞാനും മീൻ കൂടി അധികം ആരും അറിയാത്ത ഒരു സിനിമ ചെയ്തിട്ട് അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി 1:1 പോയപ്പോഴാണ് D4 ഡാൻസിലേക്ക് എന്നെ നിർബന്ധിച്ച് പിടിച്ച് വലിച്ചൊരു യമനെ കൊണ്ടുവന്നു. അപ്പോഴും ഞാൻ എനിക്ക് അവതാരകനാവേണ്ട ആക്ടർ ആയാൽ മതി എന്ന് പറഞ്ഞ ഞാൻ പിന്നെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പോയി ചെയ്ത് അത് കയറി കൊടുത്തി. ദാറ്റ് ഈസ് ഹൗ തിങ്സ് ചേഞ്ച്. അങ്ങനെ കീ ആൻഡ് വൈകുണ്ഠപുരം ആൻഡ് ഓൾ ദോസ് തിങ്സ് ഹാപ്പൻ.
ഇപ്പോഴത്തെ ജീവിതത്തില് ഈ ക്രോധാഗ്നി 3 പ്രാവശ്യം വിറപ്പിക്കാനോ റണ്ണിങ്ങോ അല്ലെങ്കിൽ കാമാവാനോ ഒക്കെ ഗോപികയുടെ കൂടെയുള്ള ജീവിതത്തിൽ അതെങ്ങനെയാണ്? ജനറലി ഐ എം വെരി സൂപ്പർ. ഞാനൊരു മോർണിംഗ് കല്യാണത്തിന് എല്ലാവരും വിളിച്ചിരിക്കുന്നത്. ഇവിടെ കൊച്ചി ഈവനിങ് പാർട്ടിക്ക് തന്നെ എല്ലാവരും എല്ലാ കല്യാണത്തിനും എത്താറില്ല. അങ്ങനത്തെ ഒരു സമയത്ത് തൃശ്ശൂർ പോലെ ഒരു ദിവസം മുഴുവൻ മാറ്റി വെച്ചാലേ നിങ്ങൾക്ക് ആ കല്യാണം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കിപ്പോഴും അവിടെ ഇദ്ദേഹം എനിക്കൊരു ഓഡിയോ ക്ലിപ്പാണ്. അങ്ങോട്ട് വരിക, ഇനി വേറെ ഒന്നും ആലോചിക്കണ്ട, ഇതാണ് കല്യാണത്തിന് ക്ഷണം. അത്രേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ എല്ലാവരും വിളിച്ചിട്ടുള്ളൂ. ജേട്ടൻ മുതൽ സുരാജേട്ടൻ മുതൽ എവരിവൺ കേം. ഈ റൂമിലിരിക്കുമ്പോൾ തമാശ, നിങ്ങൾ കല്യാണ ചെക്കൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുക, ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് ഷാജി കല, സായി കുമാർ, ബിന്ദു പണിക്കർ, ആനി, ഞാൻ, ഇങ്ങനെ കുറെ പേരുന്ന് പഴയ സിനിമാ കഥകൾ പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു ഈവനിങ് ആയിരുന്നു. മിസ്സായി. അത് ഞാൻ നിങ്ങൾക്ക് ഇത് പറയണതായിരുന്നു. പിന്നെ കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാലേ പിന്നെ അപ്പൊ അത്രയും ആൾക്കാർ വന്നു എന്നുള്ളത് എന്റെ ശരിക്കും മനസ്സ് പറഞ്ഞു പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാക്കോച്ചനും ഉണ്ണിയും കൂടി വരേണ്ടതായിരുന്നു. ഉണ്ണി പേഴ്സണലി അന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു, മോനെ ഒരു വഴിയില്ല. സ്വാസികയുടെ കല്യാണം തലേ ദിവസമായിരുന്നു. സ്വാസിക കൂടി രാവിലെ സ്വാസിക വരെ വന്നു. ചാക്കോച്ചൻ ഒരു പോസ്റ്റ് ഇട്ടു, ബ്രദർ അത് മിസ്ഡ് എന്ന് പറഞ്ഞ് മഞ്ജു ചേച്ചിയും അത് തന്നെ ചെയ്തു. എന്താ വടക്കുന്നാഥൻ പ്ലാൻ ചെയ്യാൻ? ആരും ചോദ്യം ഇതുവരെ ചോദിച്ചിട്ടില്ല. ബട്ട് ഐ ഓൾവേസ് വാണ്ടഡ് ടു ബി ദേർ. എനിക്ക് ആ ഒരു അമ്പലവുമായിട്ടുള്ള എന്റെ കണക്ട് വേറെയാണ്. എനിക്ക് അടയാളങ്ങൾ എന്നുള്ള ജീവിതത്തിൽ ആദ്യത്തെ സിനിമ ഞാൻ പ്രിയഗീതം സ്റ്റുഡിയോ തൃശ്ശൂരിൽ വെച്ചിട്ടാണ് എന്റെ സ്വിച്ച് ഓൺ. ഞാൻ വടക്കുന്നാഥനെ കണ്ട് 2008 എന്റെ എല്ലാ മൈൽ സ്റ്റോണിനും മുമ്പ് അദ്ദേഹത്തിനെ കണ്ട് കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഐ നെവർ തോട്ട് തൃശ്ശൂർ എനിക്ക് കല്യാണം നടക്കുന്നത്. കാരണം ഗോപികൊക്കെ കോഴിക്കോടാണ്. സംഹൗ ഇറ്റ് ഹാപ്പൻഡ് ലൈക്ക് എവരിവൺ അഗ്രീഡ്. നമ്മൾ തൃശ്ശൂർ ആണെങ്കിൽ അല്ല കോഴിക്കോടാണെങ്കിൽ അവിടെ തളിക്ഷേത്രമായിരുന്നു. ഞാൻ ആകെ അവരോട് പറഞ്ഞൊരു കാര്യമായിരുന്നു, എന്തെങ്കിലും ഒരു ശിവക്ഷേത്രം ആയിരിക്കണം മാത്രമാണ്. കാരണം ശിവന്റെ ആളാണ്. അപ്പോൾ ഏതെങ്കിലും ശിവക്ഷേത്രം ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞു. സോ വടക്കുന്നാഥനിൽ എന്നെ പലപ്പോഴും ആൾക്കാർ എപ്പോഴും കാണാൻ സാധ്യതയുണ്ട്. ഇത് എന്റെ ഒരു ഹെഡ് ഓഫീസ് പോലെയുള്ള ഒരു സ്ഥലമാണ്. എന്ത് സംഭവിക്കുമ്പോഴും വടക്കുന്നാഥനിൽ വെച്ച് കല്യാണം നടക്കും എന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. കാരണം എപ്പോഴും ഒന്നെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ ദ നെക്സ്റ്റ് ഓപ്ഷൻ ഫോർ എവരിവൺ ഇസ് ഗുരുവായൂർ. പക്ഷേ വടക്കുന്നാഥൻ എന്ന് പറയുന്നത് ലൈക്ക് ഐ ഓൾവേസ് വാണ്ടഡ്. അപ്പൊ ഞാൻ പറഞ്ഞു കോഴിക്കോട് തളി ക്ഷേത്രം മതി എന്ന് പറഞ്ഞാൽ അവിടെ then it all got shifted. നമ്മുടെ ഈ ഹൽദി, സംഗീത്, ഐനൂൺ, it had a lot of things. അവർക്കും അവരുടേതായിട്ടുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കുറേ പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു കല്യാണത്തിന്, be like best friends and not like husband wife എന്നുള്ളത്. That's what we are. Husband and wife എപ്പോഴും ആയിട്ടില്ലെന്ന് തോന്നുന്നു. ചില സമയത്ത് this is my wife എന്ന് പരിചയപ്പെടുത്തുമ്പോൾ എനിക്കൊരു ഷോക്ക് വരും ചിലപ്പോൾ. അവളൊക്കെ എപ്പോഴും പറയാറുണ്ട് ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ ഒന്നാമത് ആ സാധനത്തിന് നോക്കി ഭാര്യ എന്ന് പറയാനുള്ള ഒരു ആംബിയർ ചെറിയൊരു ആളാണ്. ഭാര്യക്ക് ടു മച്ച് ഫോർ ഹെർ ടു ഹാൻഡിൽ. ആൻഡ് എന്നെ പോലെ ഒരാളെ ഒരു ഹസ്ബൻഡ് എന്ന് പറയുന്നതും ഇറ്റ്സ് അഗൈൻ ഐ ഡോണ്ട് നോ ലൈക്ക് we are very good friends. Like we are having a lot of fun. കോമൺ എലിമെന്റ് എന്താണ്? ഞങ്ങൾക്ക് കോമൺ എലിമെന്റ് ഇല്ല. That's the best part of it. Like we are two poles apart. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഹൈ എനർജി, ഭയങ്കര സോഷ്യൽ അനിമൽ. ലൈക്ക് ഐ ലവ് ക്രൗഡ്, ഐ ലവ് ക്യാമറ, ഐ ലവ് മീഡിയ, ഐ ലവ് paparazzi, I love everything. Like I like speaking, I love interviews, I like to speak to the crowd, I like someone giving me mic. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പറഞ്ഞതിനൊക്കെ അവിടെ മൈക്ക് പേടിയൊന്നും പോട്ടെ. ലൈക്ക് മീഡിയ വരുമ്പോ തന്നെ ഷീ ഹാസ് ദിസ് സോഷ്യൽ ആങ്സൈറ്റി. ഷീ ഇത് എൻജോയ് ചെയ്യാത്ത ഒരാളാണ്. അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭ്രമമാണ്, എന്നെക്കാൾ ഭ്രമമാണ്. ആ ക്യാമറ ഇഷ്ടമാണ്. ആ ക്യാമറ മീൻസ് ഗോപിക അല്ലാതെ വേറെ ക്യാരക്ടർ ആവാൻ ഇഷ്ടമാണ്. അഞ്ജലി ആയിട്ട് അവള് വളരെ മനോഹരമായിട്ട് ചെയ്യും. ലൈക്ക് ബാലേട്ടനിലെ കുട്ടിയായിട്ട് വളരെ ആ പ്രായത്തിൽ മുതലേ ചെയ്യും. ലൈക്ക് ഏത് ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാലും യു ഹാവ് ടു ഗിവ് ഹർ എ ഗൈഡ് ലൈൻ. കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെന്ന് തോന്നുന്നു. അതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രക്ചർ കൊടുക്കണം. ഇപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളിപ്പം ആഡ്സ് ഒക്കെ ഒരുപാട് ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, ഇതാണ് ചെയ്യേണ്ടത്. എനിക്കതല്ല. എനിക്ക് തരുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ. ബിക്കോസ് കയ്യിൽ നിന്ന് ഇടുന്നത് കൂടുതലാണല്ലോ. ആസ് എൻ അവതാരകൻ എന്നുള്ള രീതിയിലും എന്റെ ഇമാജിനേഷൻ ആണ് എന്റെ സ്ട്രെങ്ത്. ആയിരിക്കാം. എന്ന് വെച്ചാൽ ആസ് എൻ ആക്ടർ എപ്പോഴും എല്ലാവരും പറയും എക്സ്പീരിയൻസ് ഇസ് ദ കോർ എന്ന് പറയും. എപ്പോഴാണ് തീരുമാനമായത് അതിനൊരു സ്പെസിഫിക് പോയിന്റ് പറയാൻ പറ്റില്ല. എനിക്ക് ആദ്യം കണ്ടപ്പോൾ തന്നെ ഐ ഫെൽറ്റ് വെരി കംഫർട്ടബിൾ. ഞാൻ കല്യാണം ആദ്യമായിട്ട് കുറച്ച് കാലം സ്പെസിഫിക് ആയിട്ട് മീൻസ് ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് ടൈം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയിൽ നിന്നാണ് കാണുന്നത്. എഗെയിൻ കപാലീശ്വര. സോ ജസ്റ്റ് ഹാപ്പൻഡ്. അമ്പലത്തിനകത്താണ് ആദ്യമായിട്ട് കാണുന്നത്. സോ അതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഞാനായിട്ട് കാണണമെന്ന് പറഞ്ഞല്ല. ഞാൻ ചെന്നൈയിൽ പോയിട്ട് ഇയാളെ കാണണം എന്റെ മേമ നിർബന്ധിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ട്രിവാൻഡ്രത്ത് ഷൂട്ടാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് കാണുക എന്നുള്ളത് എനിക്ക് കംഫർട്ടബിൾ അല്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ആൾക്കാരാണ്. ആൻഡ് ഇയാളുമായിട്ട് ഞാൻ കൂടുതൽ വർക്ക് ചെയ്യാത്തതുകൊണ്ട് വാട്ട് ഇസ് ദിസ് എന്നുള്ള ചോദ്യം വന്നേക്കാം എന്നുള്ളത് കൊണ്ടും
ആള് ഭയങ്കര സെൻസേഷണൽ ആണെന്നുള്ളത് രണ്ടുപേർക്കും അതുകൊണ്ട് തന്നെ ഐ വാസ് നോട്ട് വെരി കംഫർട്ടബിൾ. ഇത് വീട്ടുകാർ അറേഞ്ച് ചെയ്ത കല്യാണം? പിന്നെ ഇത് പ്രോപ്പർ അറേഞ്ച്. ഞങ്ങൾക്ക് അറിയുന്ന പോലില്ല. ഞങ്ങൾ മീൻസ് ഞങ്ങൾ തമ്മിലൊരു വർക്ക് പോലും ഒരുമിച്ച് ചെയ്തിട്ടില്ല. എന്റെ അച്ഛന്റെ പെങ്ങളും അവളുടെ അച്ഛന്റെ പെങ്ങളും വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. They have been friends for about 15 years. അങ്ങനെ എന്തോ like 12 years or something. അവരെന്തോ ഒരു സമയത്ത് this happened and this is meant to happen തോന്നുന്നു. അങ്ങനെ മേമ എന്നെ നിർബന്ധിച്ച് ഞാൻ പോയി കാണുന്നതാണ്. ചെന്നൈയിൽ ഞാൻ പോയി കാണുമ്പോഴും ചെന്നൈയിലാണെന്ന് പറഞ്ഞപ്പോൾ ഐ ഫെൽറ്റ് കംഫർട്ടബിൾ. കാരണം എന്താ വെച്ചാൽ ഒന്ന് അവിടെ ഒരുപാട് പേര് നമ്മൾ അറിയുന്ന ഒരു സ്പേസ് അല്ല. ആൻഡ് തിരുവനന്തപുരം മൂന്നേക്കാളും എളുപ്പമാണ്. കാരണം ഇവിടുന്ന് നമ്മൾ 7 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കുണ്ടുകൂടി പരിപാടികൾ പോയി അവിടെ പോയി പിന്നെ അവിടെ രാത്രി സ്റ്റേ ചെയ്ത് ഇത്രയും ആൾക്കാരെ ചെന്നൈയിലാണെങ്കിൽ ഇവിടെ കൊച്ചിയിലല്ലേ നേരെ കയറാൻ ഫ്ലൈ അവിടെ എത്തി. ആൻഡ് അതിൻ്റെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത് ചെന്നൈയിലെന്ന് പറയുന്നത് നേരെ കുറച്ചായി കപാലീശ്വരത്ത് പോയിട്ട്. സോ ഇത് നടക്കില്ല എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് അദ്ദേഹത്തിനൊന്ന് പോയി കാണാലോ എന്നുള്ളതായിരുന്നു എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ്. ദാറ്റ് വാസ് മൈ മെയിൻ മോട്ടീവ്. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു എവിടെയാ വരേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കപാലീശ്വര ക്ഷേത്രത്തിൽ പോകും. അത് കഴിഞ്ഞ് അവിടെ അടുത്ത് എവിടെയെങ്കിലും നമുക്ക് കാണാം. ഇഷ്ടംപോലെ there are so many സ്ഥലങ്ങൾ കാണാൻ. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ അടുത്ത് എവിടെയെങ്കിലും നമുക്ക് കാണാം, ഇവിടെയാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഷീ ആസ്ക്ഡ് മീ എന്ന് നമുക്ക് അമ്പലത്തിൽ നിന്ന് കണ്ടാലോ. ഓക്കെ, അങ്ങനെ നമ്മൾ അവിടെ നിന്നാണ് കാണുന്നത്. എനിക്ക് ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ ഐ ഫെൽറ്റ് ദാറ്റ് ദിസ് വുഡ് വർക്ക്. എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ പെട്ടാ ഇത് വർക്കാവും എന്നുള്ളൊരു സാധനം മനസ്സിലടിക്കുന്നുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിയിരുന്നു. സോ ഷീ വാസ് വെരി കൺഫ്യൂസ്ഡ്. ആൻഡ് അവളുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അവൾ പറയപ്പെടുന്നത് ഇതൊക്കെ അവളാ പറയേണ്ടത് ഞാൻ പക്ഷെ അവൾ പറയുന്നത് വെച്ചാൽ ഈ സെലിബ്രിറ്റി ജി പി എന്നുള്ള ക്ലൗട്ട് അവളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളൊരു തോന്നൽ. ലൈക്ക് ഐ ഡോണ്ട് വോണ്ട് ടു എനിക്ക് സെലിബ്രിറ്റി ജി പിന്നല്ല വേണ്ട, ഐ വോണ്ട് ടു സീ ദ റിയൽ പേഴ്സൺ. കാരണം സെലിബ്രിറ്റി ജി പി അവള് ടു ബി വെരി ഫ്രാങ്ക് അവള് ഡിഫോ ഡാൻസിന്റെ ഒരു വലിയ ഫാനായിരുന്നു. അപ്പൊ ഈ ജി പിയുടെയും സ്വാഭാവികമായിട്ട് ഡിഫോ ഡാൻസ് ഫാൻസ് ജി പിയുടെ പേളിന്റെ ഒക്കെ ഫാൻസാണ്. അത് അവളെ ഇൻഫ്ലുവൻസ് ചെയ്യരുത് എന്നുള്ളത് വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതെന്റെ അടുത്ത് തുടക്കത്തിൽ പറഞ്ഞിരുന്നില്ല. അപ്പൊ അതായിരുന്നു അവളെ കൺഫ്യൂസ്ഡ് ആക്കിയിരുന്നത്. സോ ഇതാണോ ഈ ജി പി എന്നുള്ള ക്ലൗട്ടാണോ അവളെ എന്നിലേക്ക് അടുപ്പിക്കുന്ന കൺഫ്യൂഷൻസ് അവൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടുണ്ടല്ലോ ചിലർക്ക് നമുക്ക് ഈ അഡ്ജസ്റ്റ്മെന്റ് ഫേസ് ഉണ്ട്. അത് നിങ്ങളിപ്പോ കാണുന്നത് ജനുവരി 28 5-6 മാസമായില്ലോ. അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഫേസിൽ ഇപ്പോൾ ഞാൻ ഐ ബീൻ മാരീഡ് ഫോർ 28 years. അപ്പൊ ഞാൻ കണ്ടു നമ്മൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരണം എന്നൊക്കെ. വി ഹാഡ് എ ലോങ്ങർ ടൈം ഓഫ് ഗെറ്റിംഗ് അലോങ്. അതാ ഈ കല്യാണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഷീ ഹാഡ് എ കൺഫ്യൂസ്ഡ് സ്റ്റേജ്. ഐ വാസ് ലൈക്ക് ഓക്കെ വിത്ത് ഇറ്റ്. കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. ഇത് അവിടെ നിന്ന് റെസ്പോൺസ് വരുന്നത്. അപ്പോൾ പരിപാടി ഇതാ ഞാൻ പറഞ്ഞത് ഇതില്ലെങ്കിൽ അടുത്ത് എൻ്റെ രീതി എങ്ങനെയാണ് ലൈക്ക് ഐ കീപ് ഫ്ലോയിങ്. അപ്പം ഞാൻ ഇത് ഓക്കെ ഇത് ആ കുട്ടിക്ക് ഇത്ര താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ എന്നുള്ള രീതിയിൽ ഞാനൊരു തീരുമാനം എടുത്തപ്പോൾ ആ തീരുമാനം എടുത്തപ്പോഴാണ് പുള്ളിക്കാരി ഡെഫിനറ്റ് ആയത് എനിക്ക് തന്നെ വേണം. അപ്പൊ പിന്നെ ഞാൻ കൺഫ്യൂസ്ഡ് ആയി എന്താണ് ഇത് ആയിരിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാസ് വെരി ക്ലിയർ ദാറ്റ് ഐ ആം മൂവിങ് ഓഫ് എന്നുള്ളത്. അപ്പൊ ഇയാൾ വെരി ക്ലിയർ ദാറ്റ് ഷീ വാണ്ട്സ് ദിസ് എന്നുള്ളത്. അപ്പൊ പിന്നെ ഞാൻ കൺവിൻസ്ഡ് ആവാൻ ഞാൻ ടൈം എടുത്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഞാൻ പോകുന്നതുകൊണ്ടാണോ ഇയാൾ തിരിച്ചത് മീൻസ് ഞാൻ മാനസികമായിട്ട് ഇത് ഒരാൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്ന് തോന്നിയിട്ട് തിരിച്ചു പോകാൻ നോക്കുമ്പോ പുള്ളിക്കാരി പറഞ്ഞു ഞാൻ ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് വരുമ്പോൾ നിങ്ങൾ എങ്ങനെ തിരിച്ചു പോകാൻ നടക്കില്ല. അപ്പൊ ഫുൾ കൺഫ്യൂഷൻ, വീണ്ടും ഭയങ്കര പ്രശ്നം. പിന്നെ ഞാൻ ഓക്കെ പറയാൻ കുറെ സമയം എടുത്തു. ഗോപിയെ അധികം ദേഷ്യപ്പെടുത്തേണ്ട, മർമ്മൊക്കെ അറിയുന്ന ആളാ. വേണ്ടട്ടോ, ഇതിങ്ങനെ പോയി ഫൈനലി വി സെഡ് ഓക്കെ. പക്ഷെ ഓക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ കല്യാണത്തിന് അന്ന് പറഞ്ഞല്ലോ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നല്ലോ. എഗെയിൻ ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള കല്യാണമാണ്. വി ഹാഡ് ഈ പറഞ്ഞ പോലെ ഹൽദി, ഐനൂൺ, സംഗീത്, രാവിലെ 5 മണിക്ക് താലികെട്ട്, കഴിഞ്ഞ് 10 മണിക്ക് ഇറ്റ് വാസ് എ വെരി ഹെക്ടിക് പ്രോഗ്രാം. അവളൊക്കെ തകർന്ന് തരിപ്പണായി. 2-3 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. പിന്നെ 10, 2,500, 3,000 ആൾക്കാരോട്ട് ഈ കല്യാണത്തിന് വരുന്നത്. ഇവര് വരുന്നു, ഫോട്ടോ എടുക്കുന്നു, ഒരു യാന്ത്രികമായ പരിപാടിയാണ്. അപ്പൊ ഇവരൊക്കെ പല ആൾക്കാരും എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്. പിന്നെ അവള് പറഞ്ഞു ഇത് ചേട്ടന്റെ റിലേറ്റീവ്സ് ആണോ? ഓക്കെ മീൻസ് ഒന്നാമത് ഇത്രയും ആൾക്കാരെ നമ്മൾ മാനേജ് ചെയ്തോണ്ടിരിക്കുക. പിന്നെ നമുക്കൊരു റിസപ്ഷൻ ഫംഗ്ഷൻ പിന്നെ ഇല്ലല്ലോ, അതോടുകൂടി പരിപാടി തീർന്നല്ലോ. സോ ദാറ്റ് വാസ് ദ ഫംഗ്ഷൻ. അപ്പോ അതിന്റെയൊക്കെ രസം. സോ ഈ പറഞ്ഞ പോലെ പക്ഷേ ഇറ്റ് ഈസ് വെരി വെൽ ബാലൻസ്ഡ്. ഈ പറഞ്ഞ പോലെ നമ്മൾ രണ്ടുപേരും 2 സ്വഭാവമായതുകൊണ്ട് ഈ സമയത്ത് താങ്കൾ വളരെ സന്തോഷമായ സമയത്ത് ഗോപികയ്ക്ക് ഒരു കവിത പാടി ചൊല്ലണമെങ്കിൽ അത് ഏതായിരിക്കും? കവിത? താങ്കൾ കവിത ചൊല്ലണ ആളാ. ഒരു കവിതയോ അല്ലെങ്കിൽ ഒരു 4 വരി പാട്ടോ എന്തെങ്കിലും പാടണമെന്നല്ലേ പറഞ്ഞാലും മതി. പക്ഷെ യുദ്ധം കഴിഞ്ഞു
കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചൂരണാങ്കണം